രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കേസിൽ ഞാൻ അതുകൊണ്ടാണ് സാറിനോടും കൂടെ റിക്വസ്റ്റ് ചെയ്തത്. കാര്യം സമാനമായൊരു കേസിൽ ഞാൻ ആദ്യത്തെ പരാതിക്കാരിക്കെതിരെ ഒരു നിലപാട് പറഞ്ഞതിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറിന് തിരുത്താം, എൻ്റെ പരാതിയും സാറൊന്ന് മെൻഷൻ ചെയ്യാം. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും മയമായി കോടതിയുടെ മുന്നിലുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ചോദിക്കുകയാണ്, റേപ്പ് ചെയ്തു, മുഖത്തടിച്ചു, ഉപദ്രവിച്ചു, തുപ്പി, അവരെ ഒരുപാട് ദ്രോഹിച്ചു, ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് അയാളോടൊപ്പം മേടിക്കാൻ ഏതെങ്കിലും സ്ത്രീ തയ്യാറാകും? അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, മുഖത്തു തുപ്പി, അടിച്ചു, ഉപദ്രവിച്ചു, ഇതെല്ലാം കഴിഞ്ഞ് 3 BHK വേണോ 2 BHK വേണോ എന്ന് പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ ആരെങ്കിലും മാറും? ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും, സൗന്ദര്യപ്പിണക്കങ്ങൾ വരും, അടി വരും, ഫൈറ്റ് വരും. പക്ഷേ ആ ബന്ധങ്ങളിലെ സ്വകാര്യ നിമിഷങ്ങൾ വെപ്പണൈസ് ചെയ്യപ്പെടുന്നത്, ആയുധവൽക്കരിക്കപ്പെടുന്നത് ശരിയാണ്. നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനം, ഇന്ത്യൻ മാത്രമല്ല ലോക നിയമത്തിൻ്റെ അടിസ്ഥാനം പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്നൊരു കാര്യമാണ്. അതായത് ഒരു വ്യക്തി ഈസ് ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് ഇന്ത്യയിലെയും ലോക നിയമത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ബാക്കി ആരുടെയും സ്ത്രീപക്ഷ കേസുകൾ എടുത്താൽ ഇവിടെ നടക്കുന്നത് പ്രിസംഷൻ ഓഫ് ഗിൽറ്റാണ്. അതായത് ഇവിടെ പലപ്പോഴും എ പേഴ്സൺ ഈസ് ഗിൽറ്റി അണ്ടിൽ പ്രൂവ്ഡ് ഇന്നസെൻറ്റ് എന്നാണ് നമ്മൾ പലരും സമൂഹവും മാധ്യമങ്ങളും കാണുന്നത്. നേരെ തിരിച്ച് എ പേഴ്സൺ ഈസ് ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി എന്നുള്ളതാണ്. അയാളെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കണമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ പറയാം, എനിക്കൊരു വ്യക്തിബന്ധവുമില്ല ആ മനുഷ്യനോട്. ഞാൻ ജീവിതത്തിൽ 2 തവണയെ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ തടയാൻ ശ്രമിച്ചതും ശ്രീ VD സതീശനിൽ ഇടപെട്ട് പുരുഷ കമ്മീഷൻ ബില്ല് ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിക്കരുത് എന്ന് ശക്തമായി അന്ന് സമ്മർദ്ദം ചെലുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എനിക്ക് ഒരു വ്യക്തിബന്ധവും ഇല്ലാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ആദ്യ പരാതി വന്നപ്പം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു പീഡനാരോപണം നിലനിൽക്കില്ല. രണ്ടാമത്തെ പരാതി വന്നപ്പം കോടതി പറഞ്ഞു ഈ പരാതിയിൽ ഞങ്ങൾ സംശയം രേഖപ്പെടുത്തുന്നുവെന്ന്. അപ്പോൾ ഒരു വ്യക്തിയെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അയാൾക്കും ഒരു അമ്മയില്ലേ, അയാൾക്കും വീട്ടിൽ ആൾക്കാരില്ലേ, അവർക്ക് മക്കളില്ലേ? ഈ അതിജീവിതയെ, പരാതിക്കാരിയെ, ഇരേ ഏത് വാക്ക് വിളിച്ചാലും ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ കാണണം. അപ്പുറത്ത് നിൽക്കുന്ന ആണിനും ഇതൊക്കെ ഇല്ലേ? ഇതിൻ്റെ പേരിലാണ്, ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ 16 ദിവസത്തോളം കിടന്നത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. കാര്യം ആ പെൺകുട്ടി വിവാഹിതയാണ് എന്നടക്കമുള്ള കാര്യം മാധ്യമങ്ങൾക്കറിയാമെങ്കിലും ആരും അറിഞ്ഞില്ല. അത് വെളിയിൽ കൊണ്ടുവന്നത് ഞാനാണ്. അതിൻ്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്ത് 16 ദിവസം ജയിലിലിട്ടത്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഇതേ എറണാകുളം, എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചതെന്ന് തോന്നുന്നു, ഇതേ എറണാകുളം പ്രസ് ക്ലബ്ബിലും നിങ്ങളോട് സംസാരിച്ചു. ആ മനുഷ്യൻ, ആ പേര് പോലും ഞാൻ പറയുന്നില്ല, കാര്യം സാറ് പറഞ്ഞു പേരൊന്നും പറയരുത്, ഇനി അത് വേറെ ഏതെങ്കിലും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് ലൈക്ക് പോലും ചെയ്യരുത്. അയാൾ ഫേസ്ബുക്കിൽ എനിക്ക് അനുകൂലമായൊരു വീഡിയോ ഇട്ടു. രാഹുൽ ഈശ്വർ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്ത ബാക്കി 2 പേരാണ്, രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമടക്കമുള്ളവരാണ് തെറ്റ് ചെയ്തത്. രാഹുൽ ഈശ്വർ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിനോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി വീഡിയോ ചെയ്തു. ഞാൻ ഷെയർ പോയിട്ട് ഞാൻ ലൈക്ക് പോലും ചെയ്തില്ല. കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് വേണമെങ്കിൽ ഇനിയും പറയും. നമ്മുടെ നാട് പോകുന്ന അവസ്ഥയാണ്. അതായത് ഒരാൾ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്താൽ പോലും നമ്മുടെ നിയമത്തിൻ്റെ കണ്ണിൽ വേണമെങ്കിൽ ഗൂഢാലോചനയാണെന്ന് പറയാവുന്ന ഒരവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ടോ പരിചയമുള്ളതുകൊണ്ടോ ഒന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക. റേപ്പ് ചെയ്തു, ഉപദ്രവിച്ചു, മുഖത്തു തുപ്പി, അടിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് മേടിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് മേടിക്കാം എന്ന സംസാരം ഒരാളോട് എടുക്കൂ. അപ്പോൾ ഈസി ആയിട്ട് ആരെയെങ്കിലും കൊടുക്കാൻ, ഇപ്പം ചില പോലീസും നിയമവിദഗ്ധരും തന്നെ പറയുന്നുണ്ട് എല്ലാ പ്രൊസീജിയറും തെറ്റിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. അതായത് ഒരു വിദേശ രാജ്യത്താണ്, രാജ്യത്തിൻ്റെ പേര് പോലും പറയുന്നില്ല, നിങ്ങൾക്കറിയായിരിക്കും. ആ വിദേശ രാജ്യത്തു നിന്നടക്കം മുഖ്യമന്ത്രിക്ക്, ഇപ്പം അങ്ങനെയാണ് പുതിയൊരു ട്രെൻഡ്, പരാതികളെല്ലാം മുഖ്യമന്ത്രിക്കാണ് വരുന്നത്. കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോഴേ ശ്രദ്ധ കിട്ടുള്ളൂ. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴേ. രണ്ടാമത്തെ പരാതിക്കാരി KPCC പ്രസിഡന്റാണ്, ഇമെയിൽ അയക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാലേ ന്യൂസ് വാല്യൂ കിട്ടുള്ളൂ. ഇത് അടുത്ത ആഴ്ച ഇത് ചോദ്യം ചെയ്യാൻ ഞാൻ ഉണ്ടാവുമോ എന്നറിയില്ല. ബെയിൽ ക്യാൻസൽ വീണ്ടും ചിലപ്പോൾ അകത്തു പോകും. നിങ്ങൾ ചോദ്യം ചെയ്യലേക്ക് പിന്നെ ആര് ചോദ്യം ചെയ്യാനാണ്? മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം, എന്നിട്ട് നിയമപ്രകാരം സാർ അത് പറയുമ്പോൾ പറയണം, നിയമപ്രകാരം SHOയുടെ മുമ്പിലാണ്. അങ്ങനെ നിയമമൊന്നും കൂടെ ആരും നോക്കുന്നില്ല. ഇത് നോക്കാത്തത് കൊണ്ടല്ലേ നോർത്ത് ഇന്ത്യയിൽ 9 ദിവസം കന്യാസ്ത്രീമാർക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നത്? ഇതേ നിർബന്ധിതം അവിടെ മറ്റൊരു വാക്കിൻ്റെ കൂടെ ചേർക്കുന്നേ ഉള്ളൂ. ഇവിടെ നിർബന്ധിത ഗർഭഛിദ്രമാണെങ്കിൽ അവിടെ നിർബന്ധിത മതപരിവർത്തനമാണ്. അതായത് രണ്ടിലും രാഷ്ട്രീയമാണ്. ആ നിർബന്ധിത എന്ന വാക്ക് ചേർക്കുന്നതിന് രാഷ്ട്രീയമുണ്ട്. നമ്മുടെ കന്യാസ്ത്രീമാർക്ക് 9 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു.
നമ്മുടെ മലയാളി കൂടിയായ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് 1.5 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. 1.5 വർഷം. എന്തിനാണെന്നറിയാമോ? ഇയാൾ കുറ്റം ചെയ്യാൻ പോകുകയാണ് എന്ന് UP പോലീസ് മുൻകൂട്ടി അറിഞ്ഞ് ഇയാളെ 26 കിലോമീറ്റർ മുമ്പ് തടഞ്ഞ് അറസ്റ്റ് ചെയ്ത് 1.5 വർഷം ജയിലിലിട്ടു. അതായത് സിദ്ദിഖ് കാപ്പൻ കാസ്റ്റ് വാറുകൾ, ജാതി യുദ്ധങ്ങൾ, ഒരു ദളിത് പെൺകുട്ടിയെ അവിടുത്തെ സവർണ ഹിന്ദു സമൂഹത്തിലുള്ളവർ റേപ്പ് ചെയ്തതാണ് കേസ്. അതാണ് നമ്മുടെ ഹത്രാസ് കേസ്. ഇത് റിപ്പോർട്ട് ചെയ്യാനൊരു മാധ്യമപ്രവർത്തകൻ പോകുമ്പോൾ ഇയാൾ ജാതി സ്പർദ്ധ ഉണ്ടാക്കാനാണ് വരുന്നതെന്ന് മുൻകൂട്ടി കണ്ട്, ചെയ്തു എന്നല്ല, മുൻകൂട്ടി കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് 1.5 വർഷം ഇട്ടു. ഇപ്പോഴത്തെ വിവാദ കേസായതുകൊണ്ട് പേര് പറയുന്നില്ല. ഡൽഹി കേസിൽ 5 വർഷമായിട്ട് കുറച്ച് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വിചാരണ പോലും കിട്ടാതെ, ബെയിൽ കിട്ടാതെ കിടക്കുന്നില്ലേ? അതേ മിസ്യൂസാണ് ഇവിടെ. നമുക്കവിടെ മിസ്യൂസ് ഉണ്ടാകുമ്പം പൊള്ളാറുണ്ടല്ലോ. അതായത് നോർത്ത് ഇന്ത്യയിൽ നിയമത്തിൻ്റെ മിസ്യൂസ് ഉണ്ടാക്കി മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ദളിതരെയോ ന്യൂനപക്ഷങ്ങളെയോ വേട്ടയാടുമ്പോൾ നമ്മൾ ശക്തമായിട്ട് പറയണം. ഒരു സംശയമില്ല, ശക്തമായിട്ട് പറയുന്ന വ്യക്തിയാണ് ഞാൻ, എന്നാൽ കഴിയുന്ന രീതിയിൽ നാഷണൽ മീഡിയയിലും. അതുതന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ദളിതും ന്യൂനപക്ഷവും ആണെങ്കിൽ ഇവിടെ സ്ത്രീ സംരക്ഷണം, അവിടെ രാജ്യസ്നേഹം എന്ന പേരിൽ, ഇവിടെ സ്ത്രീ സംരക്ഷണം എന്ന പേരിൽ, അവിടെ ദേശീയത എന്ന പേരിൽ, അവിടെ ഭാരത് മാതാക്കി ചെയ്യുന്ന പേരിൽ, ഇവിടെ അതിജീവിതാക്കി ചെയ്യുന്ന പേരിൽ പേര് മാത്രമേ മാറുന്നുള്ളൂ. ഒരേ കള്ളത്തരമാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. നാളെ ഇത് ആർക്കെതിരെയും പ്രയോഗിക്കപ്പെടാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സാർ ഈ പരാതിയുടെ ഡീറ്റെയിൽസ് പറയും. കാര്യം അത് ഞാൻ പറയേണ്ട, അത് നിയമപരമായ ചില മിതത്വം സൂക്ഷിക്കുകയാണ്. കാര്യം എൻ്റെ അമ്മയും എൻ്റെ വൈഫും എൻ്റെ മകനും നമ്മുടെ വീട്ടുകാരെല്ലാം ടെൻഷനിലാണ്. കാര്യം എൻ്റെ അമ്മ എന്നോട് ശരിക്കും ഏതൊരമ്മയും ചോദിക്കുന്നതാണ്, നിനക്ക് ഇത് എന്തിൻ്റെ കേടാണ്, വേറെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമെങ്കിൽ നിനക്ക് എന്താണ്? ശരിയാണ്, വളരെ കറക്റ്റാണ്. എനിക്ക് എന്തിൻ്റെ കേടാ? നാളെ നമ്മളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ആരും കാണില്ല. അതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.